ഈ മഴയത്ത് നല്ല ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം. അതുപോലെ പനിയൊക്കെ പിടിച്ച് കിടക്കുമ്പോഴൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ ഓട്ട് സൂപ്പാണിത്. ഇവിടുത്തെ ഒരു ഹിറ്റ് ഐറ്റമാണിത്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു കറിയായിട്ട് കൂടി വേണമെങ്കിലും കഴിക്കാം. ആദ്യം ഒരു കുക്കർ എടുക്കുക. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക. ഗീക്ക് പകരം ഒലിവ് ഓയിൽ യൂസ് ചെയ്താലും മതി. ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഒന്ന് ഇളക്കുക. ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത്, ഒരു ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ച് ഫ്രോസൺ പീസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റ് മസാല ഇടാം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ലുലുന്ന് വാങ്ങിയ മീറ്റ് മസാലയാണ്. അത് നല്ലൊരു ഫ്ലേവർ തരുന്ന മീറ്റ് മസാലയാണ്. എന്നിട്ട് ഇതിലേക്കൊരു 1.5 തക്കാളി മിക്സിയിലൊന്ന് അരച്ചിട്ട് ഒഴിക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ റോൾഡ് ഓട്സ് ഇടുക. റോൾഡ് ഓട്സ് ഇല്ലെങ്കിലും മറ്റേ ഓട്സ് ആയാലും മതി. റോൾഡ് ഓട്സ് ഇടുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 4 മുതൽ 5 പീസ് വരെയുള്ള വലിയ ചിക്കൻ പീസസ് ആണ് ഇടുന്നത്. വിത്ത് ബോൺസ് ആണ് ഇടുന്നത്. ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 1 ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ അടുപ്പിക്കും. ഫസ്റ്റ് വിസിൽ കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ആക്കിയിട്ടാണ് സെക്കൻഡ് വിസിൽ അടുപ്പിക്കുന്നത്. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും. ചിക്കൻ വേകുമ്പോഴേക്കും നമ്മൾ ഒരു 2 കുഞ്ഞുള്ളി എടുത്ത് നെയ്യിലൊന്ന് മൂപ്പിച്ച് വെച്ചേക്കാം. ഇത് നമ്മൾ കുടിക്കുമ്പം ഈ ഓട്സ് സൂപ്പിലേക്ക് ഒഴിച്ച് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇവിടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ ഒരു നല്ല മണം വരും. നമ്മുടെ നൂഡിൽസിൻ്റെ സൂപ്പ് പോലത്തെ ഒരു മണമാണ് വരുന്നത്. ഇനി ചിക്കൻ പീസസ് ഒക്കെ പുറത്തെടുത്തിട്ട് എല്ലൊക്കെ മാറ്റി ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് എല്ല് മാറ്റിയിട്ട് ഈ ഷ്രെഡഡ് പീസ് ഇതിലേക്ക് തന്നെ ഇടുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പ് റെഡി. ഇതൊരു ബൗളിലേക്ക് എടുത്തിട്ട് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. ഫ്രഷ് ക്രീം ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒരു ഹോട്ട് ആൻഡ് ക്രീമി സൂപ്പാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ച് നോക്കിക്കേ. ഈവൻ ചപ്പാത്തിയുടെ കൂടെ പോലും ഒരു കറിയായിട്ട് ഇത് കഴിക്കാൻ പറ്റും. ഇതൊരു 2 in 1 ഐറ്റമാണ്. മിസ്സാക്കല്ലേ. ഫ്രഷ് ക്രീം ആഡ് ചെയ്യാതെ നമുക്ക് സൂപ്പ് കഴിക്കണമെങ്കിൽ അതിലേക്ക് നമ്മൾ ചുമന്നുള്ളി നെയ്യിൽ താളിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊഴിച്ച് കഴിക്കുന്നതാണ് നല്ലത്. ഫ്രഷ് ക്രീമും ഇത് രണ്ടും കൂടി ചേർക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന് ചേർത്ത് കഴിച്ചാലാണ് നല്ലത്. സ്കൂൾ വിട്ടിരുന്ന പിള്ളേർക്കൊക്കെ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതുപോലെ പനി പിടിച്ച് കിടക്കുമ്പോൾ ഇതുപോലൊരു സൂപ്പ് കുടിച്ചാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. സാധാ കഞ്ഞി പോലെയല്ല. ഇതിനകത്ത് ചിക്കൻ വരുന്നുണ്ട്, വെജിറ്റബിൾസ് വരുന്നുണ്ട്, ഓട്സ് വരുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് ചേരുമ്പോൾ ഒരു ഹെൽത്തി വേർഷൻ ഓഫ് കഞ്ഞിയാണ്. ഓക്കെ, സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഈ സൂപ്പ് ഒരു കംപ്ലീറ്റ് മീലാണ്. ഇതൊരു മീലായിട്ട് വേണമെങ്കിലും കഴിക്കാം. ഒരു ഡിന്നറായിട്ടോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാം. നല്ല മഴയത്ത് ഈ സൂപ്പ് കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും.